ഹായ്. ഭൂമിയുടെ 23.5 ഡിഗ്രി ചരിവ് കൊണ്ടാണ് ഭൂമിയിൽ സീസൺസ് അല്ലെങ്കിൽ ഋതുക്കൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ പലർക്കും ഉണ്ടായൊരു സംശയമാണ്, എന്താണ് ഈ ചരിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഗോളാകൃതിയുള്ള വസ്തു ചരിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത് എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 3D ആനിമേഷൻ്റെ സഹായത്തോടെ ഭൂമിയുടെ ചരിവിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഭൂമി സൂര്യനെ ഏകദേശം 30 km/s ചെറിയൊരു എലിപ്റ്റിക്കൽ ഷേപ്പിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി കറങ്ങുന്നത് ഒരു ഫ്ലാറ്റ് ഇമേജിനറി സർഫസിലാണ്. മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്ലെയിൻ ഇട്ട് കാണിക്കാം. ഈ സാങ്കല്പിക പ്രതലത്തെ ഓർബിറ്റൽ പ്ലെയിൻ എന്ന് പറയുന്നു. ഇനി നമ്മുടെ ഭൂമി ഏകദേശം 1674 km/h സ്പീഡിൽ സ്വയം കറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഈ കറങ്ങുന്ന ഭൂമിക്ക് ഒരു സാങ്കല്പിക ആക്സിസ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയുണ്ടാകും. ഈ ആക്സിസിന് ചുറ്റുമാണ് ഭൂമി കറങ്ങുന്നത്. ഇപ്പോൾ ഭൂമി സ്ട്രെയിറ്റ് ആണുള്ളത്, ചരിവ് കാണിച്ചിട്ടില്ല. സപ്പോസ് ഇങ്ങനെയാണ് ഭൂമിയെങ്കിൽ ഭൂമി കറങ്ങി ഏത് പൊസിഷനിൽ പോയാലും ഓരോ ഭാഗങ്ങളിലും എപ്പോഴും ഒരുപോലെയായിരിക്കും സൂര്യപ്രകാശം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ഋതുക്കൾ അല്ലെങ്കിൽ സീസൺസ് ഉണ്ടാകില്ല. വേറെയും കുറേ പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഇനി യാഥാർത്ഥ്യത്തിലേക്ക് വരാം. ശരിക്കും ഭൂമി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടല്ല ഉള്ളത്. ഈ ഒരു വെർട്ടിക്കൽ ആക്സിസിൽ നിന്നും 23.5 ഡിഗ്രി ചരിഞ്ഞാണ് ഇരിക്കുന്നത്. എന്ന് വച്ചാൽ ഇങ്ങനെ സ്ട്രെയിറ്റ് നിന്ന് കറങ്ങുന്നതിന് പകരം ഇങ്ങനെ 23.5 ഡിഗ്രി ചരിഞ്ഞ് നിന്നാണ് കറങ്ങുന്നത്. ഇവിടെ സ്ട്രെയിറ്റ്, ചരിവ് എന്നൊക്കെ പറയുന്നത് ഓർബിറ്റൽ പ്ലെയിനെ അടിസ്ഥാനമാക്കിയാണ്. ഇനി ഈ ചരിവാണെങ്കിൽ എല്ലാ സമയത്തും ഒരേ ദിശയിലാണ് ഉണ്ടാവുക. അപ്പോഴെന്താണ് സംഭവിക്കുക? ഈ പൊസിഷനിൽ നിൽക്കുമ്പോൾ നോർത്ത് പോളിൽ കൂടുതൽ സൺലൈറ്റ് കിട്ടും, സൗത്ത് പോളിൽ സൺലൈറ്റ് കുറയുകയും ചെയ്യും. 6 മാസങ്ങൾക്ക് ശേഷം ഈ പൊസിഷനിൽ ഭൂമി എത്തുമ്പോൾ നോർത്ത് പോളിൽ സൺലൈറ്റ് കുറയുകയും സൗത്ത് പോളിൽ സൺലൈറ്റ് കൂടുകയും ചെയ്യുന്നു. നമ്മൾ ജീവിക്കുന്ന ഇക്വേറ്ററിൽ ഭൂമിയുടെ ചെരിവ് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഏകദേശം ഒരുപോലെ സൂര്യപ്രകാശം ലഭിക്കുന്നതും വലിയ വിൻ്റർ സീസൺ ഇല്ലാത്തതും. പുതിയൊരു 3D എക്സ്പ്ലനേഷൻ വീഡിയോയുമായി വീണ്ടും കാണാം.